ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ചാനൽ വഴി ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ വൈറലാവുന്ന ആൾക്കാരുടേത്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് ഈ പറയുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അവതാരികയാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ രമ്യ നിഖിൽ എന്ന് പറയുന്നത്. രമ്യ നിഖിൽ ആദ്യമായിട്ടല്ല വരുന്നത്, കാരണം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ TV-യിൽ മ്യൂസിക് മൊമെന്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച വ്യക്തി, ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പിന്നീട് നിഖിൽ എന്ന് പറയുന്ന ഗായകനെ കല്യാണം കഴിച്ച് കുടുംബജീവിതമായിട്ട് ഒതുങ്ങി, അല്ലെങ്കിൽ പിന്നീട് ഇപ്പോഴാണ് അവർ ഈ ഒരു ഇതിലേക്ക് സജീവമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് മേഘ്ന വിൻസെന്റിന്റെ. അപ്പം അതിനകത്ത് ആവശ്യമില്ലാത്ത, വീണ്ടും വീണ്ടും അവർക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലായിരുന്നു ആ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതിനെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുപാട് ചാനലുകൾ വീഡിയോ ഇടുകയുണ്ടായി. അപ്പം അതിനുശേഷം ഞാനും ആ വീഡിയോ കണ്ട സമയത്ത് കരുതിയത് ഇല്ല, അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ അവർ അതല്ല ഉദ്ദേശിച്ച് എന്നുള്ള തരത്തിൽ അങ്ങ് വിടുകയാണ് ചെയ്തത്. പക്ഷെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു. അതായത് ഈ പറയുന്ന നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിനകത്ത് വന്നിട്ടുള്ള അഞ്ജു എന്ന് പറയുന്നത്, അഞ്ജു ജോസഫ് എന്ന് പറയുന്ന ആ പെൺകുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. കാരണം എന്ന് പറയുന്നത് ഒരുപാട് ശാലീനയായിട്ടുള്ള, നല്ല കുട്ടിത്തം നിറഞ്ഞിട്ടുള്ള വർത്താനം എല്ലാം ആയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്, ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കണക്ക് വേർപിരിഞ്ഞ് അല്ലെങ്കിൽ താമസിക്കുന്ന ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയുടെ വീഡിയോസ് ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്, ആ പെൺകുട്ടി വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂവിലും രമ്യ തന്നെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ചോദിച്ചിട്ടുള്ള വല്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് സെയിം ആണ്, മേഘ്നയോട് ചെയ്ത എന്താണോ അതിന്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കഴിഞ്ഞ് കൂടിയ വേർഷൻ എന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് കേട്ടിരിക്കാൻ ആൾക്കാർക്ക് കഴിയുമെന്നതിലപ്പുറത്തേക്ക് ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഡോക്ടേഴ്സിനായിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കായിരിക്കും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ സംഘർഷങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉള്ള, അതിന്റെ കുട്ടിക്കാലം മുതലേ അതിന്റെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നതാണെന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ. അതിലപ്പുറത്തേക്ക് വേറെ പലതരത്തിലുള്ള ഈ പറയുന്ന OPCD പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഒരുപാട് ഈ പറയുന്ന ആങ്സൈറ്റി, ഉത്കണ്ഠ, നിരാശ ഒരു പ്രശ്നത്തെ കുറിച്ച്, അല്ലെങ്കിൽ എല്ലാം ഭയങ്കര കർക്കശമായിട്ട് ചെയ്യണം, എല്ലാത്തിലും ഒരു കംപ്ലീറ്റ് ആയിരിക്കണം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം. ഇനി മറ്റൊരാൾ എന്തെങ്കിലുമൊക്കെ ഈ കുറ്റങ്ങൾ പറയുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനകത്ത് തിരിച്ച് സംസാരിക്കുന്നതിലപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ ഒരു തരത്തിലുള്ള അവസ്ഥയാണിതെന്ന് പറയുന്നത്. ഇതിലൂടെയും കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ്. അതിനിപ്പം പറയുന്ന കണക്ക് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അപ്പം അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആ കുട്ടി പറയുന്നതിലപ്പുറത്തേക്കും പിന്നെയും രമ്യ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണം? പിന്നീട് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക്, അത് കേൾക്കുന്ന സമയത്താണ് നമുക്ക് ഇവർക്ക് ഒരു തരത്തിലും മനുഷ്യത്വം ഇല്ലല്ലോ എന്ന് തോന്നിപ്പോകുന്നത്. കാരണം ആ ഡിപ്രഷൻ സ്റ്റേജ് ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ 1.5 മാസത്തോളം ഉറങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അയ്യോ ഇത് കള്ളമായിരിക്കും തോന്നാം. കാരണം ഒരു ദിവസം മൊത്തം ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ ടയേർഡാവും, തളർന്നു പോകും, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും. പക്ഷെ അങ്ങനെയല്ല, ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മാരകമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ കണ്ണടയില്ല, എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും. രാത്രി ഉറങ്ങാൻ പറ്റില്ല, രാവിലെ ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതിൽപ്പെട്ടത് തന്നെയാണ് അഞ്ജു എന്ന് പറയുന്നത്. കാരണം അഞ്ജു പാട്ടുകാരിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അതിൻ്റേതായിട്ടുള്ള രീതിക്ക് സ്റ്റേജ് ഷോസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തനിക്ക് ഇങ്ങനെ ഒരു ഫേക്ക് വേഷം, ഇങ്ങനൊരു മുഖം മൂടി അണിഞ്ഞേ പറ്റൂ. അതിനുശേഷം അവൾ അവളുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോയി ഒറ്റപ്പെടുന്ന ആ റൂമിനുള്ളിലാവുന്ന സമയത്ത് മാത്രമായിരിക്കും അവൾക്ക് അവളെ അളന്നെടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്. അതാണ് ഡിപ്രഷൻ്റെ വല്ലാത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം അനുഭവിക്കുന്ന ആ ഒരു ട്രോമ, എന്തെങ്കിലും പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ആഴം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. 1.5 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫിസിക്കലി മെന്റലി ഒരുപാട് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം ഞാൻ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അവസ്ഥകളും കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടും ആ ഒരു ഇന്റർവ്യൂവിൽ പിന്നെയും ഇതാണോ ഇനി ഈ പറയുന്ന നിങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണം എന്ന് വീണ്ടും കുത്തി ചോദിക്കുമ്പോഴും ആ പെൺകുട്ടി പല രീതിക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചേച്ചിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, പക്ഷെ എൻ്റെ ചില കൂട്ടുകാരുണ്ട്, ഞാൻ എൻ്റെ സൗണ്ട് മാറിക്കഴിഞ്ഞാൽ പോലും നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അത്തരത്തിലുള്ള ചില ആത്മബന്ധങ്ങളുണ്ട് എന്ന തരത്തിൽ ആ കുട്ടി
കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പോലും കൃത്യമായിട്ട് ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിക്കുള്ള ഒരു ഇന്റർവ്യൂർ. അപ്പം എന്തോ ഇതുവരെ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെകഞ്ഞറിയുക, അതിലൊരു ആനന്ദം കണ്ടുപിടിക്കുക. ആ കുട്ടി പറഞ്ഞ ഇങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ട്രോമയിലൂടെ കടന്നുപോയ ആ പെൺകുട്ടീനെ സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പിന്നെയും തോണ്ടി ചോദിക്കാതിരിക്കുക ചെയ്യുള്ളൂ. കാരണം വീണ്ടും ആ ഒരു ഓർമ്മയിലേക്ക് പോകുമ്പം അവർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ക്യൂർ ആയിട്ടില്ല. ആ ഒരു സ്റ്റേജിൽ നിന്ന് എങ്ങനെയൊക്കെയോ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫുൾ സ്റ്റേജിൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭീകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അതിന്റെ ചെറിയ അവസ്ഥയുണ്ട്, ഒരു ഈ പറയുന്ന നടുക്ക് ഭാഗം മിഡിൽ ഭാഗത്ത് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട്. ഏറ്റവും കൂടിയ തരത്തിലുള്ള ഡിപ്രഷന്റെ അങ്ങേയറ്റത്തെ തലവുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ചുമ്മാ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ട് അയ്യോ ഇങ്ങനാണോ അങ്ങനാണോ എന്ന് കേൾക്കുന്നതിലപ്പുറത്തേക്ക് അത് നേരിട്ട് കണ്ടറിയുക അല്ലെങ്കിൽ സ്വയം അനുഭവിച്ചാൽ മാത്രമേ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. നമുക്കൊക്കെ ഉറങ്ങാതിരുന്നാൽ പറ്റില്ല. അപ്പം ഈ പറയുന്ന ഈ 1.5 മാസം ഉറങ്ങാതിരുന്ന അഞ്ജുവിന്റെ കഥ കേട്ട സമയത്താണ് എനിക്കും അറിയാവുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളുണ്ട്. ഈ 1.5 മാസമല്ല, 1 വർഷം 2 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതിരുന്നതല്ല, തളർന്ന് 1 ദിവസം 2 ദിവസം ഉറങ്ങാതിരിക്കുന്ന സമയത്ത് തളർന്നറിയാതെ ഉറങ്ങിപ്പോ, അല്ലെങ്കിൽ ഒരാഴ്ച ഉറങ്ങാതിരുന്നിട്ട് തളർന്നുറങ്ങിപ്പോ. അങ്ങനെ 3.5 വർഷക്കാലത്തോളം ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയ ഈ പറയുന്ന വെളിയിൽ പോകുന്ന സമയത്ത് ആൾക്കാരുടെ മുന്നിലെല്ലാം എനിക്ക് സങ്കടം ഉണ്ടെന്ന് കാണിക്കാം, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തെന്ന് സ്വയം മനസ്സിലാക്കാത്തത് കൊണ്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നടക്കുക. എന്നാൽ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒതുങ്ങിക്കൂടുക, വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണടയുക പോലും ചെയ്യാതിരിക്കുക, എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇതുപോലെ സ്വയം ബോധ്യമില്ലാതിരിക്കുക. ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത രമ്യക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല.